ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിൽ ഇന്ത്യ GE കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റ് അടുത്ത മാസം സൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് നമുക്കറിയത്തില്ല. കൃത്യമായിട്ട് ഇന്ത്യ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ 2021 GEയുമായിട്ട് ഫസ്റ്റ് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. ഏതാണ്ട് 99 എയർക്രാഫ്റ്റിന്റെ എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ട്. അത് തന്നെ ഇപ്പോഴും ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം എങ്ങാണ്ട് എത്തിയിട്ടുള്ളൂ. ഈ GE കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ ടീമുമായിട്ട് സംസാരിച്ച സമയത്ത് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയുണ്ടായി. അപ്പോൾ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരുപാട് നീഡുണ്ട്. ഇന്ത്യ ഏതാണ്ട് 450ഓളം ഫൈറ്റർ ജെറ്റുകൾക്കാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്, നീക്കിയിരിപ്പ്. അപ്പൊ അതിൽ നിന്നുമാണ് സഡൻലി നമ്മൾ സബ്മറൈനുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ, ഫ്രാൻസിലെ റഫായൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ, അതുപോലെ തന്നെ സഫ്രാൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ, ഇതെല്ലാം തന്നെ നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് GEക്ക് ഒരു ഹോപ്പ്. ആ ഹോപ്പ് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. അമേരിക്കയുമായിട്ട് ബാക്ക് ഡോർ ഡിപ്ലോമസി വർക്കാകുന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഒരു വിഷയം, അതായത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട എണ്ണയല്ല ഇന്ത്യക്ക് മുകളിൽ വിധിച്ചിരിക്കുന്ന താരിഫിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ മീനിങ് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ട്രംപ് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ ഈ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് നികത്താനുള്ള എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ GEയുടെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ ചർച്ചകൾ നമ്മളെ നയിക്കുന്നത് അതിലോട്ടാണ്. ഇപ്പൊ പുതിയ ഡീൽ എന്ന് പറഞ്ഞാല് ഈ ഡീലിന്റെ വർത്ത് ഏതാണ്ട് 97 പുതിയ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഏതാണ്ട് $1 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ്. അഡീഷണൽ ആയിട്ട് 113 ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് വെച്ചിരിക്കുന്നത്. ഒരു LPO, ലീഗൽ പർച്ചേസ് ഓർഡർ ഇൻ അഡ്വാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനി അപ്രൂവൽ ആവണം. അപ്പൊ ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ, അതായത് GE കമ്പനിയുടെ സപ്ലൈ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് 2 എഞ്ചിന് തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വാക്ക് പാലിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഈ ഒരു ചർച്ചയുമായിട്ട് മുന്നോട്ട് വരാം എന്നുള്ള ഒരു അഡ്വാൻസ് നോട്ട് കൊടുത്താണ് വിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സൈൻ ചെയ്തില്ല, പക്ഷെ അമേരിക്കയെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഡീൽ സൈൻ ചെയ്തോ ഇല്ല, ഡീലിന് താല്പര്യമുണ്ടോ, താല്പര്യമുണ്ട്. എന്നാൽ എപ്പോൾ ഒപ്പിടും? അടുത്ത മാസം ഒപ്പിടും. എന്തുകൊണ്ടാണ് അടുത്ത മാസം? കാരണം ഇടയ്ക്ക് കുറെ പരിപാടികളുണ്ട്. ഇടയ്ക്ക് നമ്മൾ ജപ്പാനിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ചൈനയിൽ പോകുന്നുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് നമുക്ക് 58% താരിഫ് നിലനിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. അതുവരെ നമ്മളിങ്ങനെ നെക്സ്റ്റ് മന്ത് ഇങ്ങനെ മോഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അമേരിക്കയെ മാത്രമല്ല കളിക്കാൻ അറിയുന്നത്, നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പൊ ആ രീതിയിൽ GE കമ്പനിയെ മോഹിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇന്ത്യൻ നേവി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൗണ്ടർ UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അഥവാ ഡ്രോണുകളെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അത് എങ്ങനെ നേവൽ ഫ്ലീറ്റുകളിൽ, അതായത് സ്ട്രൈക്കർ ഫ്ലീറ്റുകളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ പഠനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതായത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ട്രയൽ നടത്തി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ UAV ഡിസ്ട്രോയേഴ്സിനെയൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ നേവൽ ഡിസ്ട്രോയറുകളിൽ വരും ദിവസങ്ങളിൽ തുടരെ പരീക്ഷണം നടത്തി, അതായത് ഏതാണ് സ്യൂട്ടബിൾ, നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നേവൽ ഫ്ലീറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെഷീൻ ഏതാണെന്ന് കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മളുടെ എല്ലാ നേവൽ ഫ്ലീറ്റുകളിലും ഇത് ഫിക്സ് ചെയ്ത് നമ്മൾ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്രോൺ. അപ്പൊ ഈ ഡ്രോണിന്റെ ശല്യം ഒരു വല്ലാത്ത ശല്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യൻ നേവി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ISRO വെർട്ടിക്കൽ ടേക്ക് ഓഫ്, അതേപോലെ തന്നെ വെർട്ടിക്കൽ ലാൻഡിങ്, ആ രീതിയിലുള്ള ലോഞ്ചിങ് വെഹിക്കിൾ തയ്യാറാക്കുന്നതിന്റെ റിസർച്ച് വർക്കിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതിലൊരു നിർണായകമായിട്ടുള്ള ഒരു ഫ്യൂവൽ എന്നുള്ള രീതിയിൽ PASIMR, വാസിമാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്ലാസ്മ പ്രൊപ്പൽഷൻ, അതാണ് ഇതിനകത്തൊരു ടെക്നോളജി ആയിട്ട് അവർ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ അടുത്ത് നടത്താനിരിക്കുന്ന മാർസ് മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്മ പ്രൊപ്പൽഷൻ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാണ്. ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയിലാണ് ഏറ്റവും കൂടുതൽ ISRO ഇപ്പം മാർസ് മിഷനുമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അതിനോടൊപ്പം ഈ പ്ലാസ്മ പ്രൊപ്പൽഷൻ വെച്ചിട്ടാണ്
ഈ വെർട്ടിക്കൽ ടേക്ക് ഓഫ് അതേപോലെ വെർട്ടിക്കൽ ലാൻഡിങ്, ആ രീതിയിൽ ലോഞ്ചിങ് വെഹിക്കിൾ ഒരു പരിധി വരെ സഞ്ചരിച്ച് അതിന് മുകളിലേക്ക് സാറ്റലൈറ്റിനെ ഇഞ്ചക്ട് ചെയ്തിട്ട് അഥവാ സാറ്റലൈറ്റിന്റെ ഫ്യൂവൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ ഇഞ്ചക്ട് ചെയ്തിട്ട് ലോഞ്ചിങ് വെഹിക്കിൾ അതേപോലെ താഴോട്ട് വന്ന് ലാൻഡ് ചെയ്യുന്ന മാതൃകയിലുള്ള ഒരു ലോഞ്ചിങ് വെഹിക്കിളിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ശ്രമം. ഈ പ്ലാസ്മ പ്രൊപ്പൽഷനിൽ ഏകദേശം നമ്മളൊരു സക്സസ് റേഷ്യോ എത്തിപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ISROയുടെ വീണ്ടും ഒരു അച്ചീവ്മെന്റ് തന്നെയാണിത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഇന്ത്യക്കെതിരെ താരിഫ് ഇട്ടു. ഇന്ത്യ നീ 58 നീ 208 ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുലുങ്ങാതെ നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അതിപ്പോ ഇന്ത്യ എന്ത് ധൈര്യത്തിലാണെന്ന് പറഞ്ഞാൽ അവർ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. പുതിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സായിട്ട് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസിലാൻഡ്, ഏറ്റവും താരിഫുള്ള ഒരു രാജ്യം, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ്, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, പിന്നെ ഇതിലുപരിയായിട്ട് റഷ്യ, അതിനോടൊപ്പം പഴയ റഷ്യൻ ഫെഡറേഷനിലുള്ള രാജ്യങ്ങളായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, ഇങ്ങനത്തെ കുറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടേതായിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്തി തകൃതിയായിട്ട് മുന്നോട്ട് പോവാണ്. ഈ മാർക്കറ്റ് തൽക്കാലം കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഈ സ്റ്റോക്ക് ഒക്കെ അമേരിക്ക റിട്ടേൺ ചെയ്തതായിട്ട് 1-2 ഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ റഷ്യയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പിന്നെ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് തിരിച്ചു വരുന്നെങ്കിൽ തന്നെ അതിന് സബ്സിഡി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടം നികത്തി ധൈര്യമായിട്ട് അമേരിക്കയുടെ ഒരു താരിഫ് നയത്തിനെ ചേർത്ത് തോൽപ്പിക്കാനാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ വിഷയത്തിൽ ഒരു രീതിയിലും പിന്നോട്ട് പോവില്ല. അതിന്റെ ഇടയിലാണ് അമേരിക്കയുമായിട്ട് 2+2 മീറ്റിംഗ് നടന്നു തീർന്നിരിക്കുന്നത്. ഇത് വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ഈ 2+2 മീറ്റിംഗ് മീൻസ് ഓഗസ്റ്റിൽ അവർ ലാസ്റ്റ് വീക്കിൽ ഇന്ത്യയിലേക്ക് വരാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ അവരുടെ വരവ് ഇപ്പൊ ഈ താരിഫ് വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഈ വരവ് അവർ റദ്ദാക്കി. അതിന് പകരം US ഉയർന്നു വരുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതായത് പ്രഷർ എങ്ങനെ മൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത് ഉയർത്തിയ വലിയ ഒരു ബന്ധം, ഒരു സ്ട്രാറ്റജിക്കൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ നീണ്ട ദൂരമാണ്. അത് ലോങ് ടൈം ആയിട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ്. അവരുടെ എയിം, അവരുടെ മോട്ടീവ് എല്ലാം തന്നെ തീവ്രവാദികൾക്കെതിരെ, അതേപോലെ തന്നെ നേവൽ അതേപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റി, ഇൻഡോ പസഫിക് റീജിയനിലേക്ക് വളരെ ശക്തമായ കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടിയിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. കഴിഞ്ഞ 5 ഡെക്കേഡില് അമേരിക്ക ഭരിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാര് കാത്തു സൂക്ഷിച്ച ഇന്ത്യയുടെ ബന്ധം, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്ന ഇന്ത്യയുടെ ബന്ധം. ഈവൻ ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഭരണത്തിൽ പോലും ഈ വിഷയം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഇൻഡോ പസഫിക് റീജിയനിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അമേരിക്ക. അപ്പൊ ഇങ്ങനെ ഒരു 5 ഭരണാധികാരികൾ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ട്രംപ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക്കലി റിലേഷൻഷിപ്പ് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ചും ഡീപ്പ് റൂട്ടിലുള്ള ബന്ധങ്ങളൊന്നും മറ്റുള്ള രാജ്യങ്ങൾ അറിയാൻ പാടില്ല. എന്നാൽ മാത്രമേ സ്ട്രാറ്റജി വർക്കാവുള്ളൂ. ആ സാഹചര്യത്തിൽ ഇരുന്ന് ആ ഒരു പൊസിഷനിൽ ഇരുന്ന ഇന്ത്യയെ നിസാരത്തിൽ താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട്, താരിഫ് മാത്രമല്ല പാകിസ്ഥാനെ വിളിച്ചു വരുത്തി അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ ഇരുത്തി ചാപ്പാടും കൊടുത്ത് ഈ രീതിയിൽ ഇന്ത്യയോട് പെരുമാറിയ ഡൊണാൾഡ് ട്രംപിന് പിന്നെ ഇന്ത്യ ചൈനയ്ക്ക് പോയി അതിന് പ്രതികാരം തീർക്കാതെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഒരിക്കലുമില്ല. പാകിസ്ഥാൻ അമേരിക്കയിൽ പോയേ, അപ്പൊ എന്തായാലും ഇന്ത്യ ചൈനയിൽ പോകണം, എന്നാലേ അവിടെ ഒരു ബാലൻസ് കിട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് പോയതുപോലെ വെറുതെ വരില്ല ഇന്ത്യ ചൈനയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും. അതാണ് പ്രശ്നം. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപ് അതുകൊണ്ട് വല്ലാത്ത അങ്കലായ്പിലാണ്. ചൈനയുടെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഷീ ജിൻപിങ്ങും അതുപോലെ മോദിയും ഈ പുടിനുമൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിലുള്ള മീഡിയ ഇത് വെച്ച് അലക്കും. ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻസോ ഡെമോക്രാറ്റോ ഇത് നമ്മളറിയേണ്ട കാര്യമില്ല. ആരായാലും ഇത് ഏറ്റെടുത്ത് അമേരിക്കയുടെ ഉള്ളിൽ അന്ന് കോലാഹലമായിരിക്കും. അത് ഉറപ്പാണ്. കാരണം ഇന്ത്യ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു അമേരിക്കയ്ക്ക് ഇൻഡോ പസഫിക് റീജിയനിൽ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇൻഡോ പസഫിക് റീജിയനിൽ അമേരിക്ക ഇനി ആരെയായിരിക്കും അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാനെയോ? ഈ ഇൻഡോ പസഫിക് റീജിയൻ എന്ന് പറയുന്നത് തന്നെ എന്തിനെതിരെയാണ്? ചൈനയ്ക്കെതിരെയാണ്. അപ്പൊ ഇനിയിപ്പോ ചൈനയാണോ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ട്രംപ് പെട്ടിരിക്കുകയാണ്. അവരെ ഇങ്ങോട്ട് ഇന്ത്യയെ അപ്രോച്ച് ചെയ്ത് നമുക്ക് 2+2 മീറ്റിംഗ് നടത്താം, അത് തുടരെ ഇന്ത്യ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ഓപ്പൺലി അത് അംഗീകരിക്കത്തില്ല. കാരണം അതൊക്കെ ഈഗോ ക്ലാഷിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ 2+2 മീറ്റിംഗിന് വേണ്ടിയിട്ട് ഇന്ത്യയെ കോൾ ഫോർ ചെയ്തു. ഇന്ത്യ ഓക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് താരിഫുമായിട്ട് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല.
വി ആർ ഓക്കെ ഫോർ ദാറ്റ്. അങ്ങനെ 2+2 മീറ്റിംഗ് നടന്നു. അതിനകത്ത് സംസാരിച്ചത് മൊത്തം റെയർ എർത്ത് എലമെന്റ്സ്, പ്രൊഡക്ഷൻ, രാജ്യത്തിന്റെ ഗ്രോത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് കൂടുതൽ നടന്നിരിക്കുന്നത് 2+2 മീറ്റിംഗിൽ. പക്ഷേ ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ്. ശരിക്കും ഡിഫൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മീറ്റിംഗ് ആണ് 2+2 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അമേരിക്കയുടെ 2 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, ഇന്ത്യയുടെ 2 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അതാണ് 2+2 മീറ്റിംഗ്. ഗവൺമെന്റ് ടു ഗവൺമെന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗവൺമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, നമ്മളുടെ ഗവൺമെന്റിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയുണ്ട്. അത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് മീറ്റിംഗ്. ഇത് G2G റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതില് അതായത് സംസാരിക്കേണ്ട വിഷയങ്ങളൊന്നും അതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ജസ്റ്റ് ഒരു വിർച്വൽ മീറ്റിംഗ്, ഒരു 1.5 മണിക്കൂർ അവർ സംസാരിച്ചു. ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്, ഈ ഡയലോഗ് വന്നിരിക്കുന്നത് പുതിയ 10 വർഷത്തെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. എത്ര? 10 വർഷത്തെ പുതിയ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. ഈ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇൻഡോ പസഫിക് റീജിയൻ ആണ്. അപ്പൊ ആ 10 വർഷത്തേക്കുള്ള ഡിഫൻസ് ഫ്രെയിംവർക്ക്, നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ എക്സസൈസുകൾ നമ്മൾ എവിടെയൊക്കെ നടത്തും, എന്തൊക്കെ മിലിറ്ററി പരേഡുകൾ, എന്തൊക്കെ ഡ്രില്ലുകൾ, എന്തൊക്കെ അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്നുള്ള മിലിറ്ററി പരേഡുകൾ എവിടെയൊക്കെ നടത്തും, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്രെയിംവർക്കിൽ വരുന്നത്. പിന്നെ ട്രേഡ്, എനർജി, ഇൻഡോ പസഫിക് സെക്യൂരിറ്റി, ഈ 3 വിഷയങ്ങളാണ്. ട്രേഡ്, എനർജി, ഇതും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ട്രേഡും എനർജി എടുത്തുകൊണ്ട് വരുന്നത്? ട്രേഡിനല്ലേ താരിഫ് ഇട്ടിട്ട് നെഗോഷിയേഷനേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ട്രംപ് അവിടെ മുഖം തിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നതൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്, നമുക്കറിയത്തില്ല. എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഈ 2+2 മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയമില്ലേ, അതിനെ നിങ്ങൾ ലിങ്ക് ചെയ്ത് നോക്കേണ്ടത്. ഏതാണ്? GE എഞ്ചിന്റെ പുതിയ ഓർഡർ, മനസ്സിലായല്ലോ, 1 ബില്യൺ വർത്ത് വരുന്ന ഓർഡർ. അപ്പൊ അത് ഈ ഒരു വിഷയം നടന്നത് കൊണ്ടാണ് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വന്നത്. അതായത് നമ്മൾ ഓക്കെ പറയാതെ ഓക്കെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ഡീൽ. ഈ ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോർ ഓപ്പൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതുമായിട്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് അതിനെ GEയുമായിട്ട് മാത്രം നിർത്താനാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈ 113 ഇഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് GEക്കാണ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിരിക്കുന്ന ഇഞ്ചിൻ പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഓർഡറും കൂടി നിങ്ങൾക്ക് തരാം എന്നുള്ള ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപ് ബോയിങ് വരെ ഓടി നടന്ന് വിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് GEയൊക്കെ വിൽക്കും. അപ്പൊ ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ 8 മുതൽ 10 F-16, ഇത് ജോർദാനിൽ നിന്നും അമേരിക്ക പാകിസ്ഥാന് കൊണ്ട് കൊടുത്ത F-16 ആണ്. കുറച്ച് പഴയ ടൈപ്പാണ്. ഈ ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർ അതിന് താഴെ വന്നിട്ട് പ്രൂഫ്, തെളിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡിഫൻസ് മേഖലയിൽ നിന്നും അവരുടെ പബ്ലിക്കേഷൻസിൽ പബ്ലിഷ് ചെയ്യുന്ന വാർത്തകൾ മാത്രമേ ഇങ്ങനത്തെ ഡിഫൻസ് ന്യൂസ് നമ്മൾ പുറത്ത് പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ന് പറഞ്ഞതിന്റെ ക്ലാരിറ്റി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തിന് മുമ്പ് പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 7 ഫൈറ്റർ ജെറ്റുകളാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ആരുടെ ഫൈറ്റർ ജെറ്റ് ആണെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യ 8 മുതൽ 10 എന്ന് പറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാങ്കേഴ്സ് ആണ്. ഈ ഹാങ്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് ലോക്ക് ചെയ്ത് നിർത്തുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നിർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു ഷെൽട്ടർ പോലെയാണ്. അപ്പൊ അങ്ങനെ ആ ഷെൽട്ടറിന്റെ മെഷർമെന്റ് വെച്ചിട്ട് ഇത്ര സ്ക്വാഡ്രൻ, ഒരു സ്ക്വാഡ്രൻ നിർത്തിയിടാൻ പാകത്തിലുള്ള ഷെൽട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാകും എന്നുള്ള ഒരു അനുമാനമുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇന്ത്യ പറഞ്ഞത് 8 മുതൽ 10 നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് ഇന്ത്യ പറഞ്ഞത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് 150 മില്യൺ ലോസ് ഉണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഒറ്റ രാത്രി കൊണ്ട്. എന്താണ് 150 മില്യൺ ലോസ്? ഇതെങ്ങനെ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായത് 150 മില്യൺ ലോസ് ഉണ്ടായെന്ന്? F-16 അമേരിക്കയിലാണല്ലോ പ്രൊഡക്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിന് അറിയാം 150 മില്യൺ നഷ്ടം വന്നെന്നുള്ളത്. അതേ നേരെ മറിച്ച് ട്രംപ് ഇന്ത്യക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇത്ര ഫൈറ്റർ ജെറ്റുകൾ കൃത്യമായി അടിച്ചു വീഴ്ത്തി, ഇന്ത്യക്ക് ഉണ്ടായ ലോസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്, അതുകൊണ്ടാണ് ഇന്ത്യയുടെ നന്മ കരുതിയാണ് ഞാൻ ഈ യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞേനെ. ഇപ്പം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒരു ന്യൂട്രൽ പൊസിഷനാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഞാൻ ഭീഷണി മുഴക്കി, രണ്ടുപേർക്കും ഞാൻ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാണിംഗ് കൊടുത്തിരുന്നു. 7 ഫൈറ്റർ ജെറ്റുകളാണ് നഷ്ടപ്പെട്ടത്. അത് പാകിസ്ഥാന്റെ ആണെന്ന് പുള്ളി പറയുന്നില്ല, പക്ഷെ ഇന്ത്യയുടെ ആണെന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ 150 മില്യന്റെ ലോസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ തെളിവ്. പിന്നെ ഇന്ത്യൻ ആർമി ഇത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ F-16 ഫൈറ്റർ ജെറ്റ് അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ആർമി കൺഫേം ചെയ്ത വാർത്തയാണ്.
ഇനി ഇതിൽ കൂടുതൽ വിശ്വാസം ആർക്കെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഇപ്പൊ കഷ്ടപ്പെട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഇന്ത്യക്കുള്ളിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഇന്നലെ US-ന്റെ കോൺഗ്രസിൽ ട്രംപിനെതിരെ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെഫറൻഡം വായിക്കുകയുണ്ടായി. അപ്പൊ അത് സെനറ്റ് അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു അങ്കലായ്പിലുമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ പ്രധാനമായിട്ട് ഈ ബോയിങ്ങിന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ചയായി. അപ്പൊ അതിൽ ഖത്തറിൽ നിന്നും കിട്ടിയ ഒരു ബോയിങ് ഗിഫ്റ്റ്, ഒരു റോയൽ എയർക്രാഫ്റ്റ്, എന്ത് ബേസിസിലാണ് അത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിനൊന്നും ഇപ്പൊ ട്രംപ് ഉത്തരം പറയാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. സെനറ്റിന്റെ ഉള്ളിൽ കോൺഗ്രസിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇന്ന് ഒരു സർപ്രൈസിംഗ് ആയിട്ടൊരു വാർത്ത വരികയാണ്. എന്താണ്? ലുട്നിക്, കമേഴ്ഷ്യൽ സെക്രട്ടറി, ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പറയാണ്, ട്രംപ് അഡ്മിനിസ്ട്രേഷന് താല്പര്യമുണ്ട്. എന്തിനാണ്? ലോക്കറ്റ് മാർട്ടിലും ബോയിങ്ങിലും അതുപോലെ തന്നെ ചില പ്രത്യേക കമ്പനികളിലും സ്റ്റേക്ക് പർച്ചേസ് ചെയ്യാൻ, അതായത് അവരുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലെന്തോ ഒരു ഉടായ്പില്ലേ? ഉറപ്പായിട്ടുമുണ്ട്. ഇന്നലെ വരെ ഈ പ്രശ്നമില്ല. ഇന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ ഈ ഒരു വിഷയം ഇപ്പൊ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടി ഡെമോക്രാറ്റുകൾ ഇപ്പൊ ഇത് ഉയർത്തുന്നുണ്ട്. ഏത് വാദം? നമ്മൾ ഇതിനെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ ബോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ബോയിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പർച്ചേസ് നടത്തുന്നുണ്ട്, ഡീല് സൈൻ ചെയ്യുന്നുള്ളത്. ഇത് ഒരു പ്രസിഡന്റ് ചെയ്യുന്ന പരിപാടിയല്ല. പക്ഷെ ട്രംപ് തകൃതിയായിട്ട് ഇത് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് ഒരു ഡൗട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു വിഷയം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. ഇപ്പൊ ട്രംപ് എന്തോ ഒരു പന്തികേട് അതിനകത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അതായത് US-ന്റെ ഗവൺമെന്റിന്റെ സ്റ്റേക്ക് പർച്ചേസ് ചെയ്താലോ എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഇപ്പൊ വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഉടായ്പകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ടായിരുന്നു, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. താഴെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് 10% കമ്മീഷൻ ഡിഫൻസ് കമ്പനികളിൽ നിന്നും ബ്രോക്കറേജ് കൈപ്പറ്റുന്നു എന്നുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തോ ഒരു പന്തികേടുണ്ട് ഇതിനകത്ത്. എനിവേ, അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്തകൾ എന്തായാലും പുറത്തു വരും. അങ്ങനെ ഒന്നും തന്നെ പൊതിഞ്ഞു മൂടിയൊന്നും വെക്കാൻ പറ്റില്ല. എന്തായാലും 1-2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു വിഷയം ഒന്ന് കുറച്ച് ഡീകോഡായി വരട്ടെ വെളിയിൽ. അപ്പൊ എന്തായാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.